എന്താ ഈ കളി ജയിച്ചാല് പിന്നെ മന്തി കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നോ? ഇതുവരെ ഫുഡ് കഴിച്ചില്ല, അത് ടെൻഷൻ കാരണം. പിന്നെ ഒരു മന്തി കഴിക്കാലോ, സമാധാനമായാലോ. വലിയ സന്തോഷം. പെൺകുട്ടികളുടെ അണ്ടർ-19 വേൾഡ് കപ്പിൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോ സന്തോഷം വയനാട്ടിലെ കൽപ്പറ്റയിൽ ഒരു കൊച്ചു വീട്ടിലും ഉയരുന്നുണ്ട്. ജോഷിതയുടെ അമ്മയാണ്. ആദ്യ കളിയിൽ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. ഇപ്പോ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു. വലിയ സംഭാവന കളിയിൽ അർപ്പിച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു? സന്തോഷമാണ്. എല്ലാവരോടും നന്ദി, അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിൽ നിന്ന് കേരള ടീമിലെത്തി, അത് കഴിഞ്ഞ് ഇപ്പം ഇന്ത്യൻ ടീമിലെത്തി വേൾഡ് കപ്പ് കളിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ചേച്ചിയാണ് വലിയ ഉപദേശം കൊടുത്തിരുന്നതാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം. അല്ലാണ്ട് ക്രിക്കറ്റിനെ കുറിച്ച് അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ അല്ലാണ്ട് മെന്റലിയുള്ള സപ്പോർട്ട്. ഇപ്പൊ ഈ ഒരു വിജയം അറിഞ്ഞ ആദ്യ നിമിഷത്തിൽ എന്താ തോന്നുന്നത്? സന്തോഷം, അതറിയാം, സന്തോഷം. നേരത്തെ ഞാൻ ചോദിച്ചപ്പോ കാഷ്വലി സംസാരിച്ചപ്പോ ഇവര് പറഞ്ഞു ഒരു മന്തി കഴിക്കണം എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. എന്താ ഈ കളി ജയിച്ചാല് പിന്നെ മന്തി കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നോ? ഇതുവരെ ഫുഡ് കഴിച്ചില്ല, അത് ടെൻഷൻ കാരണം. പിന്നെ ഒരു മന്തി കഴിക്കാലോ, സമാധാനമായാലോ. വലിയ സന്തോഷം, വളരെയധികം സന്തോഷം. എന്താന്ന് വെച്ചാൽ ഈ വീട്ടില് ഇത് വാടക എത്ര താമസിക്കുന്നു? ഇവിടെ ഇപ്പൊ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. അതിനു മുമ്പ് എമിലിയിലായിരുന്നു. അച്ഛനെ എവിടെ? ന്യൂ ഫോം ഹോട്ടലില്. ഇപ്പൊ ജോലിക്ക് പോയതാണ്. ഇന്ന് ലീവ് കിട്ടിയില്ല. അവിടെ ഞാൻ പോകുന്ന സമയത്ത് ക്രിക്കറ്റ് TV ഒക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ പണിക്കടയിൽ വന്ന് നോക്കുന്നു. അതന്നെ, അതാ നമ്മളും കടയിൽ പോകുന്നതാണ്. നമ്മള് ലാവണ്യ ഫാൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം ലീവ് തൊട്ട് വീട്ടിലിരുന്ന് കളി കാണാൻ പറ്റി. അല്ലെങ്കിൽ നമ്മള് മൊബൈലിൽ കടയിൽ നിന്ന് തന്നെയാ കാണല്. ഇനിയിപ്പോ ബാംഗ്ലൂരിലേക്ക് IPL പോവാൻ നിൽക്കാണ് അല്ലേ? എന്താണ് പ്രതീക്ഷ? അതും ഇതുപോലെ RCBയിലാണ്. അപ്പൊ അതും ജയിച്ചു കാരണം ഓൾറെഡി എനിക്ക് RCB ആണ് ഇഷ്ടം. സ്മൃതി മന്ദാനയുടെ ഫാൻ. അപ്പൊ പിന്നെ അവളും ആ ടീമിലായതുകൊണ്ട് ഇരട്ടി സന്തോഷം. പിന്നെ അവള് എപ്പോ മുതലാ കളിയൊക്കെ തുടങ്ങിയത്? ഈ ചേച്ചി അങ്ങനെ ക്രിക്കറ്റിലേക്കൊന്നും പോയിട്ടില്ലേ? ചേച്ചിക്ക് കലയാണോ? എന്തായിരുന്നു? ഡാൻസ്, പിന്നെ കഥാരചന, കവിതാരചന, അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. ഇരുന്നുള്ള പണികൾക്ക് അല്ല ഡാൻസ് ഉണ്ടല്ലോ അല്ലേ? അത് വലിയ കുഴപ്പം, ഡാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ മേലെങ്ങാണ്ട്. ഇവള് ജോഷിത എത്ര മുതലാണ് കളിക്കാൻ തുടങ്ങി? എപ്പോ മുതൽ കളിക്കുമെന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? ചെറുപ്പം മുതലേ ഈ ആൺകുട്ടികളുടെ കളിയായിരുന്നു അവൾക്ക്. ചെറുപ്പം മുതലേ അച്ഛനാണ് ആദ്യം തെങ്ങിന്റെ മടൽ വെട്ടി ബാറ്റൊക്കെ ഉണ്ടാക്കി അവളുടെ കൈ പിടിച്ച് കളിപ്പിച്ചതൊക്കെ. അപ്പൊ അന്ന് മുതൽക്കേ കളിയോടാണ് താല്പര്യം. അത് കഴിഞ്ഞ് പിന്നെ എമിലി താമസത്തിന് പോയപ്പോൾ അവിടെയുള്ള FCM ക്ലബിലെ കുറച്ച് പയ്യന്മാരൊക്കെ അവൾക്ക് കളിയുടെ ഓരോ ഇത് പറഞ്ഞു കൊടുത്ത് അവരും നല്ല കളിക്ക് സപ്പോർട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ നിന്ന് മുണ്ടേരി സ്കൂളിൽ നിന്നാണ് പിന്നെ ഇവിടെ കേരള കൃഷ്ണഗിരി ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് പറഞ്ഞു വിടുക. അവിടെ എത്തി. അവിടുന്ന് KCAന്റെ കീഴിൽ എന്തായാലും ദൈവം സഹായിച്ച് ഇത്രയും എത്തി. കൃഷ്ണഗിരിയിലുള്ള നാസർ മച്ചാൻ സാറിന്റെ സപ്പോർട്ടും KCAന്റെ സപ്പോർട്ടും എല്ലാം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം കൂടി സപ്പോർട്ടോടുകൂടി പിന്നെ ഇന്ത്യൻ ടീമിലെത്തി വേൾഡ് കപ്പ് കളിച്ചു, അതിൽ വിജയിച്ചു വന്നു. സാധാരണ ഈ ഒരു വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകളുടെ ഒരു മേഖലയാണ് ഈ ക്രിക്കറ്റ്. അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നു പോകുന്ന ആളുകൾ, അല്ലാത്ത ആളുകളും വരുന്നുണ്ട്. ഇപ്പോ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോ വലിയ ഇരട്ടി സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്താ പറയാ, അവിടെ കൃഷ്ണഗിരിയിൽ നിന്ന് ആണെങ്കിലും കോച്ചസ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അവർക്ക്. ദീപ്തി മിസ് ആണെങ്കിലും പിന്നെ ജസ്റ്റിൻ സാറാണെങ്കിലും പിന്നെ നാസർ മച്ചാനാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടാണ് അവർക്ക് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പം ഇന്ത്യൻ ടീമിലെത്തിയിട്ടുള്ള മിന്നുമണി, സജിന, അവരൊക്കെ പൂർണ്ണ പിന്തുണയുണ്ട് അവരുടെയൊക്കെ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി അവൾ ഇന്ത്യൻ ടീമിലെത്തി. അതിൽ വളരെയധികം സന്തോഷം. എന്താണ് ഏറ്റവും അവസാനം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ? അതെ, അവൾ എത്തട്ടെ. ഒരുപാട് പേര് അവളെ ഇൻസ്പിറേഷൻ ആക്കട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല അടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? അതേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ അവള് ഹോസ്റ്റലിൽ പോകുന്നവരെ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ഡിസ്റ്റൻസ് വന്നപ്പോഴാണ് അടിക്കാളില്ലാത്തോണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഒന്നുകൂടെ ഞങ്ങൾ തമ്മിൽ 6-7 വയസ്സിന്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ ഏകദേശം അതെ ഉണ്ട്. തീർച്ചയായും ജോഷിത വലിയ തരത്തിൽ ആദ്യ സമയത്ത് തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇന്ത്യൻ താരമായി വരട്ടെ. അത് ഇന്ത്യക്ക് വലിയ സംഭാവനകൾ ഒരുപക്ഷെ ഈ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും നെടുന്തൂണാവുന്ന തരത്തിലേക്ക് വളരട്ടെ എന്നാണ് ഈ കുടുംബവും അതുപോലെ തന്നെ വയനാട്ടുകാരും മാത്രമല്ല മലയാളികൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം T. അനീസ് അലി, മീഡിയ 1 വയനാട്.